നമ്മുടെ ഹോണ്ട ഡിയോ ആണ്. അതിൻ്റെ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് പെട്രോൾ ലീക്കാണെന്നും പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ പെട്രോൾ പൈപ്പ് കട്ടായി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് ആക്റ്റീവ ഡിയോ മോഡലുള്ളത് ഇവിടെ പെട്രോളിൻ്റെ പൈപ്പ് ഡയറക്റ്റ് ഈ സൈഡിനോട് ചേർന്ന് കട്ടാവുന്ന ഇത് കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. അതായത് ഏകദേശം അതിൻ്റെ ലൈഫ് ആകുമ്പോഴത്തേക്കും അങ്ങനെ കട്ടായി പോരും. പക്ഷേ ഈ വണ്ടിക്ക് അതിൻ്റെ അല്ലായിരുന്നു കംപ്ലൈൻറ്റ് കേട്ടോ. നിലവിൽ നമ്മളതിൻ്റെ കാർബറേറ്റർ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. പൈപ്പ് പൊട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഓവർഫ്ലോ നീഡിലിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഓവർഫ്ലോ നീഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റാണ് ഓവർഫ്ലോ നീഡിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ഇത് ശരിക്കും ഒരു അലുമിനിയം ബോഡിയാണ് ഇത് കാണുന്നത്. അലുമിനിയം റബ്ബറും ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ്ങിൻ്റെ ആയിട്ടൊക്കെ ആയിട്ട് തന്നെ. അതായത് ഈ റബ്ബർ യൂണിറ്റാണ് നമുക്ക് പെട്രോൾ കപ്പിനകത്ത് ഈ പെട്രോൾ കപ്പിനകത്തേക്ക് നിറഞ്ഞ് കഴിയുമ്പോൾ അത് ലോക്ക് ചെയ്യുന്ന സംഭവം. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്ന സംഭവമാണത്. അപ്പോൾ ഈ അലുമിനിയം ബോഡിക്ക് ശരിക്കും ഫംഗസ് പോലെയൊക്കെ പിടിച്ചത് ഈ പെട്രോളിൻ്റെ കെമിക്കലുമായി അതിൻ്റെ റിയാക്ഷൻ ആയിരിക്കാം. ഒരു ഫംഗസ് പോലെയൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ടൈറ്റാണത്. അതായത് നിങ്ങൾ പൊന്തി വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് തള്ളിയൊക്കെ ഇറക്കി ഇടേണ്ട അവസ്ഥയാണ്. സാധാരണ പെട്രോൾ നിറയുമ്പോൾ ഇതിങ്ങനെ പോയിട്ട് ലോക്കാവണം. അതായത് ഈ ഫ്ലോട്ടിൻ്റെ ഇത് വെച്ചിട്ട് അത് നിറയണതിനനുസരിച്ചിട്ട് പൊന്തി വന്ന് ലോക്കാവണത് സിസ്റ്റമാണത്. അപ്പോൾ അത് ഐറ്റം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ തന്നെ നോക്കുമ്പോൾ അറിയാം ഒരു പൗഡർ പോലെയൊക്കെയാണ് പിടിച്ചിരിക്കുക. അത് പെട്രോളിൻ്റെ റിയാക്ഷൻ, പെട്രോളിൽ വന്ന കെമിക്കൽ റിയാക്ഷനാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ ഈ നീഡിൽ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കാർബറേറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ സാധാരണ രീതിയിൽ പെട്രോളിൽ ക്ലീൻ ചെയ്താൽ പറ്റില്ല. നമുക്ക് അത് സാധനം കറക്റ്റായിട്ട് പോകില്ല. നമുക്കൊരു ക്ലീനർ വെച്ചിട്ട് കാർബറേറ്ററും ഫ്യൂൽ ഇഞ്ചക്ടറൊക്കെ ക്ലീൻ ചെയ്യണ ഒരു ക്ലീനറാണത്. ആ ക്ലീനർ വെച്ച് ശരിക്കും അതിൻ്റെ അത് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ആക്കാനായിട്ട് കേട്ടോ. പിന്നെ ഓഫർ നീഡിൽ നമുക്ക് വേണ്ടത് ഓഫർ നീഡിലിന് വരാതെ 462 രൂപ ഉണ്ട് ഈ നീഡിൽ മാത്രം കേട്ടോ. ഓഫർ നീഡിലിന് 462 രൂപ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ക്ലീനർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് വലിയ റേറ്റാണ്. പക്ഷേ 550 രൂപയാണ്. പക്ഷേ നമുക്കത് 175 രൂപ വേറെ ഒരു 175 രൂപ നമുക്ക് ഇതിന് ചാർജ് അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അങ്ങനെ ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ സാധനത്തിലൊക്കെ അടിക്കുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പെട്രോളിൽ ക്ലീൻ ചെയ്ത് അങ്ങനെ വരില്ല. അടിക്കുമ്പോൾ തന്നെ ഫുള്ള് ഇളകി അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും ആ കെമിക്കലിൻ്റെ ആ ഒരു ഇത്. നമ്മൾ പെട്രോളിൽ ക്ലീൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ വീണ്ടും അത് അടിഞ്ഞു കൂടി നിൽക്കും. ഇവിടേക്ക് അടിക്കുമ്പോഴും ഫുള്ളായിട്ട് നല്ല തെളിഞ്ഞ് നല്ല ക്ലിയറായിട്ട് നമുക്ക് വരും. അത് ആ ക്ലീനറിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതങ്ങനെ ചെയ്താലാണ് നമുക്ക് ഓവർഫ്ലോൻ്റെ കേസ് റെഡി ആവുള്ളൂ കേട്ടോ. സാധാരണ രീതിയിൽ ഇതിന് മറ്റേ സെപ്പറേറ്റർ ഈ നീഡിൽ വന്ന ഭാഗം സെപ്പറേറ്റർ ആയതുകൊണ്ട് വേറെ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. അത് ക്ലീൻ ചെയ്തിട്ട് നീഡിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഇട്ടേക്കാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തു.